എനിക്ക് ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്ത ടെൻഷനാണ്. എങ്ങനെയാണ് ഈ നഴ്സസ് ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളെ എടുത്ത് അവർ വളരെ കൂളായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് സ്വന്തം കുട്ടികളെ എടുക്കുന്ന പോലെയാണ് വളരെ ചേർത്ത് പിടിച്ച് ഭയങ്കര ഭയങ്കര എക്സ്പെർട്ടീസ് വേണ്ട ഒരു ഏരിയ എന്ന് എനിക്ക് ഡെഫിനറ്റ്ലി തോന്നുന്നത്. അല്ലേ, നമ്മളൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള ബേബിനെ പോലും ഫുൾ ടേം ബേബിനെ പോലും എടുക്കാൻ പലർക്കും ടെൻഷനാണ്, തല ഉറച്ചിട്ടില്ല, അങ്ങനെ ഇങ്ങനെ പല പ്രശ്നങ്ങളും. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഏറ്റവും കുറഞ്ഞ വെയിറ്റ് ഉള്ള ഒരു ബേബി എത്ര വെയിറ്റ് കുറഞ്ഞ ബേബീസിനെയാണ് ഡോക്ടർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്? ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ബേബി എത്രയുണ്ടായിരുന്നു? Very good morning, doctor. Good morning to all. Good morning. We have Dr. Jose Paul working as a senior consultant, rather the lead of NICU in aster Medicity. NICU എന്ന് പറയുമ്പോൾ Neonatologyയുടെ Intensive Care Unit ആണ്. Doctor comes with more than 4 decades, അതായത് 43 years plus experience ഉള്ള ഒരു ഡോക്ടറാണ് നമ്മളെ കൂടെ എന്നുള്ളത് വെരി വാല്യുബിൾ as far as aster Medicity is concerned. You have worked in international, abroad, outside India and India as well, Allah, doctor? No, India is my first job here, basically. I was in Oman around more than 20 years. So mostly in Middle East? Mostly Middle East, then about 12 years in UK. Okay, that's a great exposure. ഡോക്ടർ, നിയോനറ്റോളജി എന്ന് പറയുന്നത് തന്നെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഏറ്റവും ഐ തിങ്ക് ദ മോസ്റ്റ് ഡെലിക്കേറ്റ് ഓർ റാദർ ഇമോഷണൽ കണക്റ്റ് ഉള്ള ഒരു പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ലൈഫാണ് ഏത് പേരൻറ്റിൻ്റെയും ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ. ഡോക്ടർ, നിയോനറ്റോളജിയുടെ ഒരു പീരിയഡ്, ഒരു ഏജ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ എത്ര മന്ത്സ് തുടങ്ങി എത്ര മന്ത്സ് വരെ, ഏത് കാറ്റഗറിയിലാണ് നിയോനറ്റോളജി നമുക്ക് പെടുത്താൻ പറ്റുന്നത്? എപ്പോൾ തുടങ്ങി എപ്പോൾ വരെ നമുക്ക് നിയോനറ്റോളജി എന്ന് പറയാൻ പറ്റും? ആക്ച്വലി അങ്ങനെ ഒരു നിയോനറ്റോളജി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 30 days ഓഫ് ലൈഫാണ്. 28 ആണ് പുറത്തൊക്കെ, നമ്മൾ 30 എടുക്കേണ്ടത്. അപ്പോൾ എനി ന്യൂ ബോൺ ഇൻ ബിലോ under 30 days can be considered 30 as days, neonatal. even if they are born outside, they are transferred here, they will be considered as a neonate. Okay. But if a baby stays in the unit for 2 or 3 months, they will be there only. We won't consider as not so a basic ഒരു ഫ്രെയിംവർക്കിന് അഡ്മിഷൻ ഒരു നമുക്കൊരു ക്രൈറ്റീരിയ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഓക്കെ. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ വി ടേക്ക് ഫ്രം 23 weeks to 43 weeks ഓഫ് ഏജ് ഗ്രൂപ്പ് ഓഫ് ബേബീസ്. അപ്പം 23 ഞങ്ങൾ ഭയങ്കര റിലക്റ്റൻ്റ് ആണ്. 24 ആണ് നമ്മുടെ കട്ട് ഓഫ്. വി ഹാഡ് വൺ ബേബി ഹു വാസ് ഗോൺ ഹോം ആൻഡ് വാസ് ഗോയിങ് ടു നഴ്സറി 23 + 4 or something. That we do only exceptional cases where parents really request, they want everything to be done like അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അതിലെ 24 ആണ് നമ്മുടെ ഒരു കട്ട്. ഫുൾ ടേം ബേബി ആൻഡ് ഒരു പ്രീ ടേം, നമ്മളെപ്പോഴും വളരെയധികം കേൾക്കുന്ന ഒരു ടേമാണ് അത്. ബേസിക്കലി ഒരു ഫുൾ ടേം ബേബി, ഒരു കംപ്ലീറ്റ്ലി മെച്ചുവേർഡ് ആയിട്ട് ഡെലിവറി ചെയ്യുന്ന ഒരു ബേബി എത്ര വീക്സ് വരെ ആയിരിക്കാം കൺസിഡർ ചെയ്യുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞങ്ങളുടെ ഇപ്പം ഡെഫിനേഷൻ പറഞ്ഞാൽ എനി ബേബി ബിലോ 37 weeks. 37 weeks. Yeah, that's pre-term. And 37+ is term. Okay. പക്ഷേ നമ്മുടെ NICUവിൽ എല്ലാ 37 weeks ബേബീസിനെ കൊണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ വി ഡോണ്ട് വാണ്ട് ബേബീസ് ആൻഡ് മദേഴ്സ് ടു ബി സെപ്പറേറ്റഡ് അൺലെസ് ദർ ഇസ് എ ഡെഫിനിറ്റ് മെഡിക്കൽ ഇൻഡിക്കേഷൻ. So anything between 35 and 37, that is a borderline, but നമ്മൾ കട്ട് ഓഫ് വെച്ചിട്ടുണ്ട്. Or any baby below 2 kilos, we try to observe in NICU briefly, 1 or 2 days till they breathing okay, they are feeding okay, that kind of thing. അപ്പം ആ ഒരു വിൻഡോ ഉണ്ട്. അല്ലെങ്കിൽ 37+ is supposed to be term babies. That's great. Okay. Doctor, is there any particular reason that you have chosen neonatology as your super specialty area? I don't know how should I answer. Okay, I was a general pediatrician till I joined the Royal Hospital in Oman. In 91, I think. So I joined in pediatrics naturally because I wanted to do endocrine that time. So I had a friend there who was a consultant. So he said, Jose, why don't you join with me? So I joined. I stayed there about 6 months or so. Used to do all these hypoglycemia tests and very complicated things. Okay. Then I had another friend who was working in NICU as a consultant. So he used to be a squash partner. So he said, Jose, why don't you come to NICU? When I told my friends in Royal Hospital, he said, no, don't go to NICU, you will get mad, it's too busy, so small babies. Yeah. They just, Then I thought, okay, let me take the challenge. I said, I told my friend consultant, I'll come for a month and see.
Then I started liking it. It was very challenging. Then I said I should take it up because nobody was willing to go there and work there. Because of the risk factor, doctor? Risk factors, stress, and parents. A lot of issues are there, and infection rate, and Okay. thing. It is, obviously very sophisticated area, and I think you have to deal with a lot of emotional, traumas and Yes, such. yes. Yes, that is another. More than- See, the thing is that I spend more than an hour counseling parents every day after the rounds. Okay. Because everybody have their own problems. Obviously. They're traveling from distance and Very they have anxious, yeah. Very anxious. And these days, I don't know. There are a lot of IVF babies. So IVF babies there, they just want to do anything. Very and precious everything, babies. Very precious. Every baby is precious, but this is extra precious, yeah. So, there are a lot of concerns they have. So I spend Because a lot of time. mostly I think IVF babies, they have a skepticism whether with God's grace they've got a baby, and God knows whether they will get another chance like that. That could be the mental That's the thing. thought process probably, right? There are babies admitted in the unit after 10 years of trying IVFs. And they go to different, hospitals and come here. So they just want their Who baby. would I like said, to take a 24-weeker baby, sometimes I have to counsel. The baby may be handicapped, there may be bleeding. God. They said, doctor, do everything, whatever you want. We just want a baby. Yeah, That's so all coming to your hand is something which you really have no control over sometimes, but again to handle it. I know how to handle it. And most of the time when I counsel, I put myself in their shoes and, try to understand. I their think, feeling. empathy is something which actually drives you in this particular part of the hospital, right? Yeah. More than your clinical. Obviously, clinical expertise is definitely very important, but on par with that, you need to emotionally connect it to the patient relatives. I know. It is quite, at times can be quite tricky. And I spend whatever time they want with me. I think education and telling them in detail without any jargons, അവരോട് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ, ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞ് ഇന്ന് ഇരിക്കുന്നത്, ആ ഒരു പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് അല്ലേ? See, the thing is that we at different stages we talk to them. Basically, most of the time we talk to them antenatally. Because mother 24 week mother one admit ആയി. അപ്പോൾ അഡ്മിറ്റ് ആകുമ്പോൾ അവർക്ക് there are lots of doubts. What is going to happen to my baby? So I usually ഫാദറും മദറിനെ ഞാൻ ഇൻലോസിനെ ഞാൻ അകത്ത് കേട്ടില്ല. എന്ന് വെച്ചാൽ ഒരുപാട് പേരാവുമ്പോഴും പ്രശ്നമാണ്. അല്ല, പേര് മാത്രമല്ല, ഇൻലോസ് പറയാൻ നിന്റെ കുഴപ്പം കൊണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ല. ഇഫ് ഇറ്റ് ഈസ് ഫാദർ mother in law, then this girl have problem. So she already under stress. So I don't entertain the in-laws. So father and mother ഒരുമിച്ച് പറയും. So I'll tell them what are the possible complications once the baby is having. So not necessarily all complications your baby should not necessarily have it, but these are the possible things. And till you go home, any of these possibilities can come. അതൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്ത് സെൻസിറ്റൈസ് ചെയ്യണം. പിന്നെ ഒന്ന് മെന്റലി പ്രിപ്പയർ ആക്കാൻ വേണ്ടി. അത് തന്നെ കുറച്ച് അത് അത്യാവശ്യം. അല്ലെങ്കിൽ അവർക്ക് ഒരു ഐഡിയ ഇല്ല എവിടെ പോകണം, എന്ത് ചെയ്യണം, ആരെ നോക്കണേ. ഈ പറയുന്ന ഗൂഗിളിൽ വായിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഒരുപാട് എന്നാ പറയണേ. അയ്യോ ഭയങ്കര. ഡോക്ടർ ഗൂഗിളിൽ നിങ്ങളൊരു 20 ആർട്ടിക്കിൾ കണ്ടു കഴിഞ്ഞാൽ 20 ഒപ്പീനിയൻ കാണാൻ. സോ ദാറ്റ്സ്. അതെ, പിന്നെ ഓരോ ബേബിയും ഡിഫറെന്റ് ആണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഓരോ സ്റ്റഡീസും ഡിഫറെന്റ് ആയിട്ട് ഇരിക്കും. അപ്പൊ നമ്മളുടെ ബേബി ആ ഗൂഗിളിൽ കാണിച്ചിരിക്കുന്ന പോലെ ആവണം എന്ന് നിർബന്ധം ഒരിക്കലും ഇല്ല. അതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു 26 വീക്ക് 2 ട്വിൻസ് വന്നായിരുന്നു 3 ദിവസം മുമ്പ്. They are behaving like 28 weeks, but it's an IVF, so it's a 26 week only. അപ്പോൾ അവർ 26 വീക്കിൻ്റെ കോംപ്ലിക്കേഷൻസ് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ they really get upset. So ഞാൻ പലതവണയും NICUവിൽ വരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നോർമൽ റൗണ്ട്സിൻ്റെ ഇടയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങളുടെ സമയത്ത്. അപ്പോൾ എനിക്ക് ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്ത ടെൻഷനാണ്. എങ്ങനെയാണ് ഈ നഴ്സസ് ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളെ എടുത്ത് അവർ വളരെ കൂളായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് സ്വന്തം കുട്ടികളെ എടുക്കുന്ന പോലെയാണ് വളരെ ചേർത്ത് പിടിച്ച് ഭയങ്കര എക്സ്പെർട്ടീസ് വേണ്ട ഒരു ഏരിയ എന്ന് എനിക്ക് ഡെഫിനറ്റ്ലി തോന്നുന്നത് അല്ലേ. നമ്മളൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള ബേബിനെ പോലും ഫുൾ ടേം ബേബിനെ പോലും എടുക്കാൻ പലർക്കും ടെൻഷനാണ്. തല ഉറച്ചിട്ടില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഏറ്റവും കുറഞ്ഞ വെയിറ്റ്
ഉള്ള ഒരു ബേബി, എത്ര വെയിറ്റ് കുറഞ്ഞ ബേബീസിനെയാണ് ഡോക്ടർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്? ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ബേബി എത്രയുണ്ടായിരുന്നു? ഞാൻ പുറത്തൊക്കെ 400 ഗ്രാം ചെയ്തിട്ടുണ്ട്, ഇവിടെ 480 ഗ്രാം ആയിരുന്നു എന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മയിൽ. 1/2 കിലോ പോലും ഇല്ല. 1/2 കിലോ പോലും ഇല്ല. Oh my God. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണല്ലേ ഡോക്ടർ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? വെയിറ്റ് ഈസ് ഒരു ക്രൈറ്റീരിയ ആണ്, പക്ഷെ അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ജസ്റ്റേഷൻ, എത്ര മാസം കഴിഞ്ഞിട്ടാണ് ബേബി ഉണ്ടാവുന്നത്. ദാറ്റ് മേക്സ് ഡിഫറൻസ്. സംടൈംസ് ഒരു എന്താ പറയുക, ഒരു 26 വീക്കർ ബേബിക്ക് ഒരു 500 ഗ്രാമിൽ താഴെ ആയിരിക്കും, പക്ഷേ ദേ ജനറലി ഡു വെൽ. നമ്മൾ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ, അവരുടെ കുറച്ചുകൂടെ മെച്യൂരിറ്റി, ഓർഗൻസ് മെച്യൂരിറ്റി ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ എത്ര അങ്ങോട്ട് ഒരു ദിവസം മുമ്പോട്ട് പോകും അത്രയും ഞങ്ങൾക്ക് സന്തോഷമാണ് ഡെലിവറിക്ക് മുമ്പ്. നമ്മൾ ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് ആസ്റ്റർ മെഡിസിറ്റിയിൽ കണ്ടിട്ടുണ്ട് അല്ലേ? 100 days സ്റ്റേ ചെയ്ത് പേഷ്യൻസിൻ്റെയും ഒരു വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഒരുപാട് സെലിബ്രേഷൻസ് ഇവിടെ നടത്തിയിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ് അല്ലെ? ദൈവമായിട്ട് ദൈവത്തിൻ്റെ ഒരു കരം, ശരിക്കും ആ ഒരു സ്പർശം പല പേരൻസും അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഡോക്ടർ അങ്ങനെ എന്തെങ്കിലും ഒരു വല്ലാതെ മനസ്സിൽ തട്ടിയ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? എക്സ്പീരിയൻസ് പറയുന്ന ഒത്തിരി എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്, പക്ഷേ ഞാൻ ജനറലായിട്ടൊരു ടെർമിനോളജി പറയാം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഗൾഫിൽ ഇത്രയും വർഷം ഉണ്ടായിരുന്നു, UK ഇത്രയും വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറയും, നമ്മൾ എല്ലായിടത്തും ഒരു ഫോറിനർ അവിടെ UK അപ്പോൾ അവർക്ക് നമ്മളൊരു ജസ്റ്റ് ഒരു അനദർ ഹിന്ദി ഓർ വാട്ട് എവർ ദേ വാണ്ട് ടു കോൾ. അപ്പോൾ പക്ഷേ വൈഫിനോട് പറയും, ഇവിടെ നിങ്ങൾ നാട്ടിൽ നമുക്ക് പോവാം, അവിടെ പോയിട്ട് നാട്ടുകാരെ ഞങ്ങൾ നോക്കുക, എന്താ അവരുടെ നന്ദി കേൾക്കുക, അതല്ലേ നല്ലത്, മനസ്സിന് അതിൽ സംതൃപ്തി, അത് എന്നോട് കൂടുതലൊരു കണക്ഷൻ ഉണ്ടാവും, അതുപോലെ നമുക്കൊരു ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഐ വാസ് നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, പക്ഷേ ഐ തിങ്ക് ഐ എം എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് സംടൈംസ് മൈ വൈഫ് സേസ് സെൻസിബിൾ തിങ്സ്. Normally I think wives always say sensible things. Anyways, അപ്പോൾ ഈ തീരെ കുഞ്ഞായിരുന്നപ്പോൾ നോക്കി വളരെ ബുദ്ധിമുട്ടി എന്ന് പറയാൻ പറ്റില്ല, സ്നേഹത്തോടെ വളർത്തി അച്ഛനും അമ്മയ്ക്കും ഈ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ വലുതായ ശേഷം ഡോക്ടറിനെ വന്ന് കണ്ട എന്തെങ്കിലും എക്സ്പീരിയൻസ്? ഈ ഇടയ്ക്കൂടെ വന്നു അവർ, എൻ്റെ റൂമിൽ വന്ന് നോക്ക്, ദർ ആർ 2-3 photographs. വൺ ഒരു ലക്ഷദ്വീപ്, ഐ നെവർ എക്സ്പെക്റ്റഡ്. ഇപ്പം എൻ്റെ ഒരു ഡ്രോയിങ് ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഡോക്ടറിന്റെ ഫേസസ് പല പിക്ചേഴ്സിലും ഫോർ ദാറ്റ് മാറ്റർ. അല്ല, അത് അവർ ദേ കം വിത്ത്, ആൻഡ് മെനി ഓഫ് ദം ദേ കം വിത്ത് എ സ്മോൾ ഗിഫ്റ്റ്, സം ചോക്ലേറ്റ്സ് ഒക്കെ ബർത്ത്ഡേക്ക് കൊണ്ട് തരും. ഓ സോ സ്വീറ്റ്. അപ്പോൾ ഈ പറയുന്ന എനിക്കൊന്ന് ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കാളും കൂടുതൽ ടെൻഷനും അതേസമയം മനസ്സുഖം കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു പേഷ്യന്റ് റിക്കവർ ചെയ്യും, മരിക്കാൻ പോകുന്ന ആൾ വന്ന് ദേ ഓൾസോ മേ ബി ഈക്വലി ഒരു കുഞ്ഞിന്റെ ചിരിയുടെ അത്രം എന്തായാലും വരുമെന്നുള്ളത് എനിക്ക് അറിയില്ല. അത് ശരിയായിട്ടോ. ഈ ഇടയ്ക്ക് ഒരു ട്വിൻസ് ഉണ്ടായിരുന്നു, അവരും പ്രീ ടൈം ആയിരുന്നു. അപ്പോൾ രണ്ടുപേരുടെ ഒരു ഫോട്ടോ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും നല്ല ഡ്രസ്സപ്പ് ചെയ്ത് ഒരു വയസ്സ് ഏകദേശമായി, രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ട്വിൻസിൻ്റെ ഫോട്ടോ കൊണ്ട് തന്നു. അത് കാണുമ്പോൾ തന്നെ ദ ഡേ ഈസ് മെയ്ഡ് അല്ലേ?